വടകര മുനിസിപ്പാലിറ്റിയിലെ അക്ലോത്ത് കനാലിന് സമീപം പ്രദേശങ്ങളിലും വ്യാപകമായി മാലിന്യം കലർന്നെന്ന പരാതിയെ തുടർന്ന് വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെയാണ് പരിശോധനയ്ക്കായി അധികൃതർ എത്തിയത്. കെ രമ MLA നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര പരിശോധന. അക്ലോത്ത് നടയിലെ കനാലിൽ വൻതോതിൽ മാലിന്യം കലരുന്നതായും ദുർഗന്ധം വമിക്കുന്നതായും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി നാട്ടുകാർ വ്യാപകമായി പരാതിപ്പെട്ടിരുന്നു. കനാലിലെ മലിനജലം സമീപത്തെ വയലുകളിലേക്കും പടർന്നു പിടിച്ചതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്തെത്തി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കനാലിലെ ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഇവിടെ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഉന്നതതല പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും. വടകര മുനിസിപ്പാലിറ്റിയിലെ കീഴ്ത്താടി മുക്കിൽ നിന്ന് ആരംഭിച്ച് കളിയമ്പള്ളി പാലത്തിന്റെ അടുത്ത് സമീപിക്കുന്ന NC കനാലാണിത്. 9.3 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ. അപ്പോൾ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വിവിധ വർഷങ്ങളിൽ ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പല ഭാഗങ്ങളിലും ചെളിയും മണ്ണും നീക്കി വരുന്നുണ്ട്. 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ 2 കോടി രൂപ വകയിരുത്തി അക്ലോത്താണ് പാലത്തിന്റെ താഴെ ഭാഗത്തേക്ക് ചെളി നീക്കം ചെയ്യുകയും തോടിന്റെ സംരക്ഷണ ഭിത്തി പൂർത്തീകരിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ഒരു പ്രധാന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യങ്ങൾ കനാലിൽ നിക്ഷേപിക്കുന്നതും അതുപോലെ വേനൽക്കാലത്ത് ചീർപ്പുകളിൽ പലകയിട്ട് വെള്ളം സംരക്ഷിക്കുമ്പോൾ ചെളികൾ അടിഞ്ഞുകൂടിയൊക്കെയുള്ള ഒരു വെള്ളം മലിനമാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജൂൺ ആരംഭത്തിൽ കനാലിലെ വെള്ളം വളരെ മലിനമാക്കപ്പെട്ട രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ന് CWRDMലെ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്നൊരു പരിശോധന നടത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നതാണ്. വടകര മുനിസിപ്പാലിറ്റി അധികൃതർക്കൊപ്പം കൗൺസിലർമാരായ പതേരി ശശി, വാഴയിൽ ശരണ്യ, സുരേഷ് ബാബു എന്നിവരും പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും മലിനീകരണത്തിന്റെ ഉറവിടം കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. നമ്മുടെ ഈ കനാലില് ഇങ്ങനെ മലിനമായി കിടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഇവിടെ കനാൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സമിതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 വർഷം മുമ്പേ ഇടത്ത് സീറാട്ടം കൺവീനറായിട്ട് ഒരു 3.5-4 ലക്ഷം രൂപ ചെലവഴിക്കിയിട്ട് ഇവിടുന്ന് ഈ അക്ലോത്തട മുതൽ അങ്ങേ അറ്റം വരെ നല്ലൊരു ശുചീകരണം നടത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് തെളിനീരൊഴുകിയ കാലമാണ്. പക്ഷേ ഇപ്പൊ മാറി വന്ന കൗൺസിലും മുമ്പത്തെ കൗൺസിലും ഒക്കെ നിരവധി തവണ നമ്മൾ ഇറിഗേഷൻ വകുപ്പിന് പരാതി കൊടുത്തു ഈ കനാല് ശുചീകരിച്ച് തരണം എന്നുള്ളത്. ഈ പ്രാവശ്യം ഞാനും ബഹുമാനപ്പെട്ട ശരണ്യ കൗൺസിലർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഇറിഗേഷൻ വകുപ്പിൽ പോയി എയിനൊക്കെ കണ്ടു. നമുക്കിത് ശുചീകരിച്ച് തരണം, ഇതുവഴി ഒരു റോഡ് സംവിധാനം ഉണ്ടാക്കി തരണം എന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നഗരസഭ ഇപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 17-ാം വാർഡിന്റെ കുറെ ഭാഗങ്ങൾ 17-ാം വാർഡും അതേപോലെ നമ്മുടെ ചെയർമാന്റെ വാർഡ് ഉൾപ്പെടുന്ന വാർഡുകൾ 2 കൗൺസിലർമാർ കൂടി അവിടുന്ന് ഫണ്ട് കണ്ടെത്തി അവിടെ പിരിവെടുത്തിട്ട് അവിടെ ചെയ്തു. പക്ഷേ ഈ ഇവിടുന്ന് നമ്മുടെ കീത്താടി കനാൽ മുതൽ അക്ലോത്താട പാലം വരെ 1 കിലോമീറ്റർ ദൂരം വരുന്ന സ്ഥലത്ത് വീടുകളിൽ നിന്ന് നമുക്ക് ഒരു കലക്ഷൻ എടുത്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഇത്രയും നാൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷെ ഇപ്പൊ നഗരസഭയിൽ നിന്ന് നമുക്ക് 2-3 ദിവസമായിട്ട് ഒരു ഇറ്റാച്ചി കിട്ടിയത് കൊണ്ട് തോടുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയെന്നല്ലാതെ കനാലിൽ നിന്ന് നമുക്കൊരു ശുചീകരണം നടത്താൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയായിരുന്നു മാലിന്യം അടിഞ്ഞുകൂടിയത്. ഇത് ഈ കനാലിന്റെ മറുഭാഗത്ത് അതായത് ചോറോട് പോകുന്ന ഭാഗങ്ങളിൽ കനാൽ ശുചീകരിച്ചപ്പോൾ ഇവിടുന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൊണ്ട് ഇപ്പം മാലിന്യം മുഴുവൻ പോയിട്ട് അവിടെയാണ് തങ്ങിക്കിടക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഈ കനാലിന്റെ സംരക്ഷണം ശരിക്ക് ഇറിഗേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇത് പോകാൻ പറ്റാതിരുന്നത്. ഇന്നും ഞാൻ എയിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ശുചീകരിക്കാനുള്ള മാർഗവും അതുപോലെ ഇവിടുന്ന് നമ്മളെ ചോറോട് തുടങ്ങിയിട്ട് ഇങ്ങ് അവസാനിക്കുന്നത് വരെയുള്ള അതായത് മാക്കൂലേക്ക് പോകുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ റോഡിന്റെ പണിയും കൂടി ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു തരണം. അപ്പൊ എസ്റ്റിമേറ്റ് ഒക്കെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ MLA-നെയോ MP-നെയോ ഒക്കെ സമീപിച്ചിട്ട് നമുക്ക് വരും ഭാവിയിൽ ഇവിടെ നല്ലൊരു റോഡാക്കി മാറ്റിക്കൊണ്ട് വെളിച്ചവും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ കനാലിനെ സംരക്ഷിച്ചു പോകാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ രീതിയിലുള്ള സപ്പോർട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ചെയർമാൻ തരാന്നുള്ളത് എന്നോടും ശരണ്യ കൗൺസിലറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമ്മളെ ചെയർമാൻ സഹകരിക്കുന്നുണ്ട്. എല്ലാവിധ പിന്തുണയും നമ്മളെ ചെയർമാനും തരുന്നുണ്ട്. അതുപോലെ MLA-ന്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ഫണ്ട് കിട്ടിയാൽ ഈ ഭാഗത്തുള്ള ആളുകളുടെ ദുരിതം മാറുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.